നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിൽ പ്രതിയായ അഖിൽ സി വർഗീസ് വിജിലൻസ് കസ്റ്റഡിയിൽ. കോട്ടയം വിജിലൻസ് കോടതി 5 ദിവസമാണ് അന്വേഷണ സംഘത്തിന് കസ്റ്റഡി അനുവദിച്ചത്. പ്രതിയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. എരുമേലി ശബരിമല തീർത്ഥാടനത്തിന് 2 മാസം മാത്രം ബാക്കി നിൽക്കെ ശബരിമല പാതയിലെ സ്ഥിരം അപകട മേഖലയായ കണമല അട്ടിവളവിൽ അപകട സാധ്യത കുറയ്ക്കാനുള്ള നടപടിയായില്ല. എല്ലാ തീർത്ഥാടന കാലത്തും കണമല അട്ടിവളവിലും എരുത്താപ്പുഴ ഇറക്കത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവം. പാലാ നഗരത്തിൽ തകർന്നു കിടക്കുന്ന നടപ്പാതകൾ കാൽനട യാത്രികർക്ക് അപകട ഭീഷണി. തകർന്ന ടൈലുകൾ തട്ടി പരിക്കേൽക്കുന്നതും പതിവ്. പാലാ സെന്റ് തോമസ് സ്കൂളിന് മുൻവശത്തുള്ള നടപ്പാതയിലെ ടൈലുകളാണ് ഇളകിക്കിടക്കുന്നത്. ഓടയ്ക്ക് മുകളിൽ സ്ലാബില്ലാതെ കിടക്കുന്നതും അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നു. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിൽ പ്രതിയായ അഖിൽ സി വർഗീസ് വിജിലൻസ് കസ്റ്റഡിയിൽ. കോട്ടയം വിജിലൻസ് കോടതി 5 ദിവസമാണ് അന്വേഷണ സംഘത്തിന് കസ്റ്റഡി അനുവദിച്ചത്. പ്രതിയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. നഗരസഭാ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ടിൽ നിന്നും 3 കോടി രൂപ തട്ടിച്ച് 1 വർഷമായി മുങ്ങി നടക്കുകയായിരുന്നു മുൻ ക്ലർക്ക് കൊല്ലം മങ്ങാട് ആൻസി ഭവനിൽ അഖിൽ സി വർഗീസ്. ഇയാൾ ഒളിവിൽ കഴിഞ്ഞ കൊല്ലത്തെ കൈലാസ് റെസിഡൻസി ലോഡ്ജിൽ നിന്നാണ് കോട്ടയം വിജിലൻസ് ഇൻസ്പെക്ടർ മഹേഷ് പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. എരുമേലി ശബരിമല തീർത്ഥാടനത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ശബരിമല പാതയിലെ സ്ഥിരം അപകട മേഖലയായ കണമല അട്ടിവളവിൽ അപകട സാധ്യത കുറയ്ക്കാനുള്ള നടപടികൾ ഇപ്പോഴും അകലെ. എല്ലാ വർഷവും കണമല അട്ടിവളവിലും എരുത്താപ്പുഴ ഇറക്കത്തിലും തീർത്ഥാടന കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ഈ മേഖലയിലെ അപകടങ്ങൾ കുറയ്ക്കാൻ തീർത്ഥാടന കാലത്ത് മോട്ടോർ വാഹന വകുപ്പും പോലീസും കൂടുതൽ ജാഗ്രത പാലിക്കുമെങ്കിലും ഇവിടെ അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകാത്ത ഒരു തീർത്ഥാടന കാലം പോലും സമീപ വർഷങ്ങളിൽ കടന്നുപോയിട്ടില്ല. റോഡ് വീതി കൂട്ടി അപകടവളവ് നിവർത്തിയാൽ മാത്രമേ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനുള്ള നടപടികളാണ് വൈകുന്നത്. ഈ റോഡിലെ അപകടം കുറയ്ക്കാൻ വേണ്ടി സമാന്തര റോഡ് നിർമ്മിച്ചെങ്കിലും അത് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയതോടെ ഉപേക്ഷിച്ചു. മറ്റ് സമാന്തര റോഡുകൾ ഇതിലും അപകടം നിറഞ്ഞതാണെന്ന് ചൂണ്ടിക്കാട്ടി ആ വഴികളിലും വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. മുൻപ് തീർത്ഥാടന മാസങ്ങളിൽ മാത്രമാണ് അപകടങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ മാസപൂജ സമയങ്ങളിലും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് ഇറക്കവും വളവുമുള്ള റോഡിൽ കൂടി ഡ്രൈവ് ചെയ്യുന്നതിനുള്ള പരിചയക്കുറവും ബ്രേക്ക് സംവിധാനത്തിന്റെ തകരാറും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, എരുമേലി. പാലാ നഗരത്തിൽ തകർന്നു കിടക്കുന്ന നടപ്പാതകൾ കാൽനട യാത്രികർക്ക് അപകട ഭീഷണിയാകുന്നു. തകർന്ന ടൈലുകളിൽ തട്ടി പരിക്കേൽക്കുന്നതും പതിവാണ്. പാലാ സെന്റ് തോമസ് സ്കൂളിന് മുൻവശത്തുള്ള നടപ്പാതയിലെ ടൈലുകളാണ് ഇളകിക്കിടക്കുന്നത്. ചില ഭാഗത്ത് ടൈലുകളെ ഇല്ല. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് കാൽനടയായി ഇതുവഴി കടന്നു പോകുന്നത്. കൂടാതെ ഈ ഭാഗത്ത് ഓടയ്ക്ക് മുകളിൽ സ്ലാബ് ഇല്ലാതെ കിടക്കുന്നതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ കാൽനട യാത്രികൾ ഇതിൽ വീണ് അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ്. ടൈലുകൾ ഇളകിയ നടപ്പാതയിലെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4-ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വികസന മന്ത്രി OR കേളു നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ജോബ് മൈക്കിൾ MLA അധ്യക്ഷത വഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തും. 2024-25, 25-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ഡോക്ടർ BR അംബേദ്കർ സ്മാരക ഹാൾ, ചെമ്പുപുറം കമ്മ്യൂണിറ്റി ഹാൾ, സൗഹൃദം വയോജന പാർക്ക് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. രാജു പറഞ്ഞു. നാളെ മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 24, 25, 25, 26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ അടിയന്തര ആവശ്യങ്ങൾക്കും അവരുടെ കുട്ടികളുടെ വിവാഹം, ചെറിയ ചടങ്ങുകളടക്കം നടത്തുവാനായി ഈ മാടപ്പള്ളി പ്രദേശത്ത് സൗകര്യപ്രദമായ ആധുനിക രീതിയിലുള്ള ഒരു സംവിധാനം വളരെ കുറവാണ്. അത് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി ചെമ്പുംപുറത്ത് നേരത്തെ ഉണ്ടായിരുന്ന ചെറിയൊരു ഹാള് ഏതാണ്ട് 25 ലക്ഷം രൂപ മുടക്കി ബ്ലോക്ക് പഞ്ചായത്ത് 2 വർഷങ്ങളിലായി 25 ലക്ഷം രൂപ മുടക്കി ആധുനിക രീതിയിൽ നവീകരിച്ച് അത് നാളെ ബഹുമാനപ്പെട്ട മന്ത്രി OR കേളു നാടിന് സമർപ്പിക്കുകയാണ്. സൗജന്യമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അതോടൊപ്പം പട്ടികജാതി വിഭാഗത്തിലെ കുഞ്ഞുങ്ങൾക്ക്
യുവതി യുവാക്കൾക്കായി വ്യത്യസ്തങ്ങളാർന്ന പരിശീലന പരിപാടി അടക്കം അവിടെ ഉണ്ടാകുന്നതായിരിക്കും. അതേപോലെ ഇവിടെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ പ്രദേശം ഇത് വയോജന ക്ലബ്ബാണ്. വയോജന സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്താക്കി മാറ്റുകയാണ്. നാളെ ഇതും മന്ത്രി നാടിന് സമർപ്പിക്കുവാണ്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെ ഇതിനകത്ത് മാനസിക ശാരീരിക ഉല്ലാസത്തിനുള്ള അവസരം ഉണ്ടാവും. ഇവിടെ ജിംനേഷ്യം ഉണ്ടാവും. അതേപോലെ അവർക്ക് വൈകുന്നേരങ്ങളിൽ പാടാനും ഒക്കെയുള്ള സൗകര്യത്തിനുള്ള മൈക്ക് സെറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടാവും. ക്യാരംസ് ബോർഡ്, ചെസ് ബോർഡ് അടക്കമുള്ള എല്ലാ സൗകര്യം. ഈ പ്രദേശത്തെ ഏതാണ്ട് 25ഓളം വരുന്ന വയോജനങ്ങളുടെ ഒരു പ്രാദേശിക കമ്മിറ്റി ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുമതലക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ നടപ്പിലാക്കുകയാണ്. അതോടൊപ്പം അംബേദ്കർ സ്മാരക ഹാള്, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പരിശീലന കേന്ദ്രം ഉണ്ടായിരുന്നു. അത് ഇന്ന് വളരെ ആധുനിക രീതിയിൽ ശീതീകരണ സംവിധാനത്തോടുകൂടി ഏതാണ്ട് 200-ലധികം ആളുകൾക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ള സൗകര്യപ്പെടുത്തിയ ഹാളാണ്. അത് വളരെ തുച്ഛമായ വാടകയ്ക്കാണ് കൊടുക്കുന്നത്. 5000 രൂപ വിത്തൗട്ട് എ സിയിലും എ സി ആവശ്യമുള്ളവർക്ക് എ സിയുടെ അഡീഷണലായിട്ട് ചാർജ് അടയ്ക്കണം. ഇതിനെല്ലാം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 50% പൈസ അടച്ചാൽ മതി. അവരുടെ ഏത് ആവശ്യത്തിനും വിനിയോഗിക്കത്ത രീതിയിലാണ് അതിൻ്റെ വിഭാവനം ചെയ്തിട്ടുള്ളത്. നാളുകളിൽ അവർക്ക് ആവശ്യമായി വരുന്ന പരിശീലന പരിപാടികൾ, PSC കോച്ചിങ് അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരമായി ഇവിടെ ഈ സംവിധാനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിലാണ് അത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതും നാളെ നാടിന് സമർപ്പിക്കുകയാണ്. ടെക്നോ പുറത്തിറക്കുന്ന ലോകത്തിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് 3D കർവ്ഡ് അമോലഡ് ഡിസ്പ്ലേയുള്ള പോവ സ്ലിം 5Gയുടെ ഒഫീഷ്യൽ ലോഞ്ച് നടന്നു. കോട്ടയം മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ പ്രശസ്ത സിനിമാ താരം ഹണി റോസാണ് ലോഞ്ച് നിർവഹിച്ചത്. വളരെ കനം കുറഞ്ഞ രൂപകൽപ്പനയ്ക്കൊപ്പം പ്രവർത്തനക്ഷമതയും സ്റ്റൈലും ഒരുമിക്കുന്ന രീതിയിലാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. വെറും 5.95 mm ആണ് ടെക്നോ പോവ സ്ലിം 5Gയുടെ തിക്നെസ് വരുന്നത്. ലോഞ്ചിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകളാണ് മൈജിയും ടെക്നോയും ചേർന്ന് ഒരുക്കിയിരുന്നത്. 5160 mAh ബാറ്ററിയാണ് പോവ സ്ലിം 5Gയിൽ ഉള്ളത്. വ്യത്യസ്തമായിട്ടുള്ള ഹൊറിസോണ്ടൽ ക്യാമറ മൊഡ്യൂവ, ലോകത്തിലെ ആദ്യത്തെ മൂഡ് ലൈറ്റ് സജ്ജീകരണം എന്നിവ ടെക്നോ പോവ സ്ലിം 5Gയുടെ പ്രത്യേകതയാണെന്നും ഇൻഡോറിലും ഔട്ട്ഡോറിലും ക്രിസ്റ്റൽ ക്ലിയർ കാഴ്ച സമ്മാനിക്കുന്നു. സ്ലിം പോവോ ഫോണാണ്, 5G ഫോണാണ് നമ്മൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫോൺ. ഭയങ്കര വേൾഡിലെ തന്നെ സ്ലിമ്മസ്റ്റ് ഫോൺ നമുക്ക് പറയാൻ പറ്റും. അമേസിങ് AI ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണാണ്. ആ ഫോണിന്ന് കാണാൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത്രയും സ്ലിം ആൻഡ് കർവ്ഡ് അല്ലേ, 3D കർവ്ഡ് ഫോണാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആൻഡ് ബ്യൂട്ടിഫുൾ അമേസിങ് വീഡിയോസും പിക്ചേഴ്സും ഒക്കെ എടുക്കാൻ പറ്റും. ഭയങ്കര വൈബ്രന്റ് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒക്കെ കാണുന്നവരും നമ്മളെല്ലാവരും എപ്പോഴും ഫോണിലെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണ്. ഗെയിം കളിക്കുന്ന ആളുകളൊക്കെ ആയാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, കംഫി ആയിരിക്കും. 10 മാസത്തെ തവണ വ്യവസ്ഥയിൽ ടെക്നോ പോവ സ്ലിം 5G സ്വന്തമാക്കാവുന്നതാണ്. സെപ്റ്റംബർ 30-നുള്ളിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് 2 വർഷത്തെ വാറണ്ടി ലഭിക്കുന്നു. പഴയ ഫോണുകൾ ഏറ്റവും മികച്ച വിലയിൽ എക്സ്ചേഞ്ച് ചെയ്ത് മികച്ച ഓണം ഓഫറിൽ പുതിയ ടെക്നോ പോവ സ്ലിം 5G വാങ്ങാനുള്ള സ്പെഷ്യൽ അവസരവും മൈജിയിലുണ്ട്. ഫോൺ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മൈജിയുടെ ലോയൽറ്റി പോയിന്റ് ലഭിക്കുന്നതാണ്. ഈ ലോയൽറ്റി പോയിന്റ് ഉപയോഗിച്ച് അഡീഷണൽ പർച്ചേസ് നടത്താവുന്നതുമാണ്. മൈജിയുടെ 140ഓളം വരുന്ന ഷോറൂമുകളിൽ നിന്ന് ഈ ഫോൺ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് സ്വന്തമാക്കാവുന്നതാണ്. ഒപ്പം മികച്ച EMI സ്കീമുകളും ലഭ്യമാണ്. മൈജിയിൽ ടെക്നോ പോവ സ്ലിം 5G ഫോണിൻ്റെ ലോഞ്ചിന് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ടെക്നോ പോവ സ്ലിം എന്ന് പറയുമ്പോൾ തന്നെ പേര് പറയുന്നത് പോലെ തന്നെ ഏറ്റവും വേൾഡിലെ തന്നെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോണാണ്. ആൻഡ് ഒത്തിരി AI ഫീച്ചേഴ്സ് ഉണ്ട്, അമേസിങ് ഫീച്ചേഴ്സാണ്. അതേപോലെ തന്നെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള സ്ക്രീനാണ്, ഇനഫ് സ്പേസ് ഉണ്ട്. ആൻഡ് വീഡിയോ കാണുന്നവർക്കും ഓർ ഗെയിം കളിക്കുന്ന ആളുകൾക്കും ഒക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ സ്ലിമ്മസ്റ്റ് ഫോണാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു 3D കർവ്ഡ് ആണ് അല്ലേ. ആൻഡ് ഒത്തിരി അമേസിങ് ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് ഐ സെഡ്. ആൻഡ് ഏറ്റവും
If you experience the phone, you will understand the slimness of the phone. It is as slim as a 5 rupee coin or even a debit card or a credit card. In the last 8 years, Tecno is known for its innovation, and this is also one of the innovation with which we have come up to give you the world's slimmest phone. Understanding the philosophy, I think the philosophy from which the Tecno is coming from is largely driven with the design, with the AI feature, because when you see the AI, you just do not have to do things. You just have to tell AI, the Ella, to do it. We have a online, we have a Ella assistant, a voice-enabled assistant in our phones and in all our phones. Plus, Tecno is also solving and resolving the problem of the low network area. In our phones, you will find that there is a feature wherein without Wi-Fi or without SIM network, the phones can talk to each other. കൂടാതെ ഇൻഷുറൻസിന് സമാനമായ പരിരക്ഷ നൽകുന്ന പ്രൊട്ടക്ഷൻ പ്ലാൻ കസ്റ്റമേഴ്സിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം ഗവൺമെൻറ് LP സ്കൂളിലെ 1989-93 ബാച്ചിലെ വിദ്യാർത്ഥികൾ ഈ ഓണക്കാലത്ത് ഒത്തുചേർന്നു. തൃക്കൊടിത്താനം ഹരിതം ഓഡിറ്റോറിയത്തിലായിരുന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ. കാലമെത്ര കഴിഞ്ഞാലും ഓർമ്മകളിൽ നുണയുന്നുണ്ട് ബാല്യത്തിന്റെ മധുരമുള്ള ഓർമ്മകൾ എന്ന സൗഹൃദ സന്ദേശം പരസ്പരം പങ്കുവെച്ചുകൊണ്ടാണ് തൃക്കൊടിത്താനം ഗവൺമെന്റ് LP സ്കൂളിലെ 1989-1993 ബാച്ചിലെ വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടി ഈ ഓണക്കാലത്ത് ഒത്തുചേർന്നത്. ചെറിയ ക്ലാസ്സിലെ വലിയ കൂട്ടുകാർ എന്ന പേരിലായിരുന്നു സംഗമം. തൃക്കൊടിത്താനം ഹരിതം ഓഡിറ്റോറിയത്തിലായിരുന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ. ജീവിതത്താളുകളിൽ ദേശപരിമിതികൾക്കും സാഹചര്യങ്ങൾക്കും മീതെ ബാല്യത്തിന്റെ സുഖമുള്ള ആ ഓർമ്മകളിലേക്ക് ഒരു മടക്കമായിരുന്നു എല്ലാവർക്കും. മാതൃകാപരമായ അധ്യയന രീതികളാൽ സൗഹൃദം കൊണ്ട് അടിത്തറ പാകിയ കൊച്ചു സ്കൂളിനെ വിസ്മരിക്കാതെ നമ്മളാവാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യമാണ് എല്ലാവരെയും ഈ ഒത്തുചേരലിനായി നയിച്ചത്. പറഞ്ഞും പാടിയും പഴയകാല കൂട്ടുകാർ ഒത്തുചേരലിന്റെ ആഹ്ലാദം പങ്കുവച്ചപ്പോൾ അവരുടെ കുട്ടികളും സന്തോഷത്തിൽ പങ്കുചേർന്നു. പാതിവഴി പിന്നിട്ടു നിൽക്കുമീ വേളയിൽ ഓണസുഹൃതത്തിനോർമ്മ മാത്രം. ഓലക്കീർമേഞ്ഞൊരു കൂടയ്ക്കുള്ളിൽ അരവയറുണ്ടു നിറഞ്ഞിടുമ്പോൾ ഓരോ ഓണവും പോയിടുമ്പോൾ ഓണസുഹൃതത്തിനോർമ്മ മാത്രം.
എത്താൻ കഴിയാതിരുന്നവരും വിദേശത്തുള്ളവരും വീഡിയോ കോളിലൂടെ സൗഹൃദം പുതുക്കി. ഇന്ന് ഞങ്ങളുടെ കൂടെ പഠിച്ച ഏകദേശം 32-ൽ ഏതാണ്ട് 28ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം. ഞങ്ങളുടെ ഈ കൂട്ടായ്മകൾ കൊണ്ട് സമൂഹത്തിന് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മറ്റുള്ള വ്യക്തികൾക്കും അത് മാതൃകാപരമായിരിക്കണമെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നിരവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. സമൂഹത്തിന് മാതൃകാപരമായ നല്ല നല്ല കാര്യങ്ങളാണ് ഞങ്ങളുടെ ഈ കൊച്ചു സ്കൂളിലെ കൂട്ടുകാരെ കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വരും വർഷങ്ങളിലും ഒത്തുചേരാമെന്നുറപ്പിച്ച് ഒരു പകൽ നീണ്ട പുനഃസമാഗമനത്തിന് ശേഷം എല്ലാവരും മടങ്ങി. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. തിരുവല്ല നിരണം വലിയ പള്ളിയിൽ 8 നോമ്പ് പെരുന്നാൾ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരുന്ന പ്രദക്ഷിണത്തോടെ സമാപിച്ചു. തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ശേഷം പള്ളിക്കടവ് കുരിശടി ചുറ്റി നടന്ന പ്രദക്ഷിണം ഭക്തി നിർഭരമായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന വാഴ്വ്, നേർച്ച വിളമ്പ് എന്നിവയിൽ നാനാജാതി മതസ്ഥർ പങ്കെടുത്തു. പെരുന്നാൾ പരിപാടികൾക്കും പ്രദക്ഷിണത്തിനും വികാരി ഫാദർ ഷിബു തോമസ് ആമ്പല്ലൂർ, സഹവികാരി ഫാദർ ജിതിൻ അലക്സ്, ട്രസ്റ്റി മോഹൻ ജോർജ് മട്ടക്കൽ, സെക്രട്ടറി തോമസ് ഫിലിപ്പ് വിഴലിൽ, കമ്മിറ്റി അംഗങ്ങളായ PG കോശി, റെജി മാത്യു, മിക്കു കുര്യൻ, മാത്യു വർഗീസ്, OS ബാബു, ജോർജ് തോമസ് പാണന്തോട്ടിൽ, ജിസൻ വർഗീസ്, തോമസ് ചാക്കോ, PM ജോൺ, വർഗീസ് ജോൺ, AG ബാബു, മീഡിയ കമ്മിറ്റി കൺവീനർ ജിജു വൈക്കുത്തശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ അക്ബറിൻ്റെ 8ാമത് പുസ്തകമായ പടച്ചോൾ പ്രകാശനം ചെയ്തു. നെല്ലിമറ്റം കവളങ്ങാട്ട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ സച്ചിദാനന്ദൻ പുഴങ്കര പുസ്തക പ്രകാശനം നിർവഹിച്ചു. അക്ബറിൻ്റെ ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് പടച്ചോൾ. തിരുവനന്തപുരം പാപ്പാത്തി പുസ്തകങ്ങളാണ് പ്രസാധകർ. നേര്യമംഗലം സ്വദേശിയായ കവി അക്ബറിൻ്റെ 8ാമത് പുസ്തകമാണ് പടച്ചോൾ. ഉമ്മയോർമ്മ കുറിപ്പുകളുടെ സമാഹാരമായ പുസ്തകത്തിൻ്റെ പ്രകാശനം നെല്ലിമറ്റം കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് നടന്നത്. കവി വിജില അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ സച്ചിദാനന്ദൻ പുഴങ്കര പുസ്തക പ്രകാശനം നിർവഹിച്ചു. അക്ബറിൻ്റെ മക്കളായ അഹാന, സുനേന എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. ചടങ്ങിൽ കവി രശ്മി കേളു പുസ്തകാവതരണം നടത്തി. ആ ഒരു എഴുത്തിനെ സ്നേഹിച്ച് തുടങ്ങി. ഈ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ നോക്കാം, പടച്ചോൾ, പടച്ചവൾ അല്ലെങ്കിൽ നമ്മളെ ഉരുവാക്കിയവൾ എന്നൊക്കെ പറയാം. പടച്ചോൻ എന്ന് പറയുന്നത് വലിയൊരു ആഖ്യാനമാണ്. പടച്ചോൻ എന്ന് പറയുന്നത് ദൈവികമായ ഒരു ആഖ്യാനം. പടച്ചോൻ്റെ ഓപ്പോസിറ്റാണോ പടച്ചോൾ? ഒരിക്കലുമല്ല. പടച്ചോൾ എന്നതിൽ രണ്ടുമുണ്ട്. ദൈവികമായ ആ ഒരു ചോദനയും ഒപ്പം ശാസ്ത്രീയതയുമുണ്ട്. നമ്മളെ പടച്ചോൾ. പക്ഷേ ഒരു സാമുദായിക മനുഷ്യനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു മതമനുഷ്യനായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രയോഗം എത്രത്തോളം ഒരു വലിയ ഫെമിനിസ്റ്റിക്കായ വാക്കാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ആ പടച്ചോൾ എന്ന വാക്കിലൂടെ, ആ ഒരൊറ്റ ടൈറ്റിലൂടെ ആ ഒരു പുസ്തകത്തിൻ്റെ രാഷ്ട്രീയം വെളിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് വായിക്കുമ്പോൾ തോന്നുന്നു. ആ പുസ്തകത്തിലൂടെ നമ്മൾ പോകുമ്പോൾ എനിക്ക് പുസ്തകമായിട്ടല്ല ലഭിച്ചത്. വിജില മാഡം പറഞ്ഞതുപോലെ എനിക്ക് PDF ആയിട്ടാണ് ലഭിച്ചത്. അപ്പോൾ അതിൻ്റേതായ പുസ്തകം വായിക്കുമ്പോഴൊരു സുഖം അതിനകത്ത് കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെ ഞാൻ കൃഷി വകുപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് മാർക്കറ്റിങ്ങിൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഈ ഓണത്തിൻ്റെ തലേദിവസം വരെ. അത് കഴിഞ്ഞ് ഓടിച്ചിട്ട് വായിച്ചിട്ടുള്ളൂ.
അപ്പം അത് പറയാതെ ഞാനിത് പറയാൻ പാടില്ല. കാരണം ഈ പുസ്തകം നന്നായി വായിച്ചിട്ടുള്ള ആൾക്കാരുടെ മുന്നിലാണ് ഞാനിത് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ വളരെ നല്ലൊരു പഠനം ഡോക്ടർ ഉമർ തറയിൽ ചെയ്തിട്ടുണ്ട്. അതിലൂടെ അദ്ദേഹം നിരവധിയായ അമ്മമാരെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ഞാനത് ഒന്നുകൂടി ആവർത്തിക്കുന്നില്ല. പക്ഷേ ഈ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാനായിട്ട് സമൂഹത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അമ്മമാർക്കറിഞ്ഞാൽ അത് സാധിക്കുമെന്ന് പ്രശസ്ത ചലച്ചിത്രകാരനായ ജോൺ എബ്രഹാം വിശ്വസിക്കുകയും അദ്ദേഹം അമ്മയറിയാൻ എന്ന സിനിമ നിർമ്മിക്കുകയും ചെയ്തതായിട്ട് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മനോജ് നാരായണൻ, എഴുത്തുകാരനായ ഡോക്ടർ എം ബി മനോജ്, ഡോക്ടർ സുധീർ ബാബു, ജോസ് കോനാട്ട്, സനൽ ചക്രപാണി, റെജി നളന്ത, സീറോ ശിവറാം, മുൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ, കെ എം അബ്ദുൽ കരീം, അലിയാർ NM, പ്രസാധകൻ സന്ദീപ് കെ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. അക്ബറിൻ്റെ ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരത്തിൻ്റെ പ്രസാധനം നിർവഹിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പാപ്പാത്തി പുസ്തകങ്ങളാണ്. അക്ബറിൻ്റെ കവിതകൾ ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്ത, തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. എക്സലർ ബുക്സ് ഇൻ്റർനാഷണൽ എക്സലൻസ് അവാർഡ് അടക്കമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള അക്ബർ അടിമാലിയിലെ കേരള വിഷൻ മീഡിയ നെറ്റ് ചാനലിൽ ന്യൂസ് എഡിറ്ററാണ്. നബീസയാണ് ഭാര്യ. ന്യൂസ് ഡെസ്ക് ദൃശ്യ ന്യൂസ്. ഇത്തിത്താനം സെൻറ് മേരീസ് ഇടവകയിൽ 8 നോമ്പാചരണവും ഇടവക തിരുനാളും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4:30 ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറാളും ഇടവക അംഗവുമായ ഫാദർ ഡോക്ടർ ജോൺ തെക്കേക്കര ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. ഫാദർ ആൻ്റണി കാച്ചാങ്കോട്, ഫാദർ ഡെൻസി മുണ്ടുനടക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. 6 മണിക്ക് പ്രദക്ഷിണം ആരംഭിച്ചു. പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ ഭക്തിപൂർവ്വം പങ്കെടുത്തു. ഇടവക വികാരി ഫ്രാൻസിസ് പുല്ലുകാട്ട്, സഹവികാരി ഫാദർ അഞ്ചു ബങ്കിൽ, കൈക്കാരന്മാരായ ഷാജി കയ്യാലകം, സാബു കോട്ടയിൽ, പ്രിൻസ് കരിയിലക്കുഴിയിൽ, ഇടവക സെക്രട്ടറി ജോയൽ, തിരുനാൾ കൺവീനർ ഒബിൽ രാജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചുരുക്കം ചില ഇടവുകൾക്ക് മാത്രമേ ദൈവമാതാവിന്റെ ജനന ആലോചിച്ച് പ്രഖ്യാപിച്ചതാണല്ലോ 2025 ജൂബിലി വർഷമാണ്, മഹാജൂബിലി വർഷമാണ്. മഹാജൂബിലി വർഷത്തിൽ നമ്മൾ ഒന്നുചേർന്ന് അവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ ദിവസവും മുടങ്ങാതെ ജപമാല അർപ്പിക്കുകയും ചെയ്തു. ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ ചങ്ങനാശ്ശേരി ചാപ്റ്ററിൻ്റെ JCI വീക്ക് 2025 ആഘോഷം പ്രീസം 110 ഇന്ന് മുതൽ ഈ മാസം 15 വരെ ചങ്ങനാശ്ശേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ദിവസങ്ങളിലായി ട്രെയിനിങ് സെഷനുകൾ, ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, ബോഡി മാസ് ഇൻഡെക്സ് അനാലിസിസ് ക്യാമ്പ്, SP കോളേജിൻ്റെ സഹകരണത്തോടെ സെമിനാറുകൾ, ബിസിനസ് മീറ്റപ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, കലാസന്ധ്യ എന്നിവ നടത്തും. പ്രവർത്തനോദ്ഘാടനം JCI ഭവനിൽ പ്രസിഡന്റ് ഡോക്ടർ ജോർജ് കുരുവിള നിർവഹിച്ചു. യുവജനങ്ങളെ സമൂഹത്തിൻ്റെ നേതൃനിരയിലേക്ക് നയിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് JCI ചങ്ങനാശ്ശേരി പ്രസിഡന്റ് ഡോക്ടർ ജോർജ് കുരുവിള, സെക്രട്ടറി സച്ചു ലൂയിസ്, ട്രഷറർ ചെറിയാൻ മാത്യു, ആൽബി ക്ലബ് മുൻ മേഖലാ അധ്യക്ഷൻ റൂബൻ ജേക്കബ് ചാണ്ടി എന്നിവർ പറഞ്ഞു. പ്രത്യേക അവസരത്തെ മുൻനിർത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് JCI വീക്ക്, JCI എല്ലാ വർഷവും JCI 7 ദിവസങ്ങൾ തുടർച്ചയായി JCIയുടെ പ്രവർത്തനങ്ങൾ, ഇന്റർനാഷണൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന JCI വീക്ക് ഇത്തവണ 9-ാം തീയതി നാളെ മുതൽ 14-ാം തീയതി തുടർച്ചയായി 7 ദിവസങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അത് JCIയുടെ രീതിയിലാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് JCI കുറച്ച് പില്ലേഴ്സ് ഉണ്ട്, അതായത് കുറച്ച് കാര്യങ്ങളുടെ അടിത്തറയിലാണ് JCI പ്രവർത്തിക്കുന്നത്. ആ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ദിവസവും ആചരിക്കുന്ന രീതിയിലേക്കാണ് JCI വീക്ക് കൊണ്ടാടുന്നത്. 1-ാം ദിവസം നമ്മൾ ഒരു ഇൻട്രൊഡക്ടറി മീറ്റിംഗ് ആയിട്ട് കൊടുക്കുകയും JCIയുടെ ഫ്ലാഗ് പോസ്റ്റിംഗ്, ഇനാഗുറേഷൻ സെറമണി എന്ന രീതിയിലേക്കാണ്. നാളെ JCI ഭവൻ അവിടെയാണ് നടക്കുന്നത്. ചങ്ങനാശ്ശേരി JCI ഭവനോട് വാക്കെടുത്താണ് നമ്മളുടെ
ഇവിടുന്ന് ഒരു 100 മീറ്റേഴ്സ് മാത്രം മാറിയാണ് ചങ്ങനാശ്ശേരി JC പറഞ്ഞ ലോവർ ഫ്ലോറിൽ. അവിടെ ഒരു 11 മാത്രമേ ഹോസ്റ്റൽ ഉണ്ടാകുന്നുള്ളൂ. സെക്കൻഡ് ടൈം മുതലാണ് ഞങ്ങളുടെ ആക്റ്റീവ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തത്. ഈ JC ലീഗിന്റെ പേര് പ്രിസം 110 പ്രിസം 110 എന്നാണ് ഇതിന്റെ പേര്. കാരണം 110ാമത്തെ JC ലീഗാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഫസ്റ്റ് ഡേയിൽ ഇനോഗ്രൽ സെറമണി, സെക്കൻഡ് ഡേ മുതൽ ഞങ്ങൾ പ്രോപ്പർ ട്രെയിനിങ്, പ്രോപ്പർ പ്രോഗ്രാംസ് ആണ്. സെക്കൻഡ് ഡേയിൽ ട്രെയിനിങ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. 2ാം ദിവസം ട്രെയിനിങ് നമ്മൾ ചങ്ങനാശ്ശേരി SP കോളേജുമായിട്ട് JC ചങ്ങനാശ്ശേരി ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് MOU ഉണ്ട്. അതിൽ പല ട്രെയിനിങ്ങുകൾ നമ്മൾ നടത്താറുണ്ട്. ഫ്യൂച്ചർ എന്ന ട്രെയിനിങ് സീരീസിന്റെ ഭാഗമായിട്ട് പ്രിസത്തിന്റെ, അതായത് ഈ JC ലീഗിൽ നമ്മൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, പരസ്പര ബന്ധങ്ങളിലുള്ള അളവുകൾ, അതിന്റെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സിജു ആലഞ്ചേരി എന്ന് പറയുന്ന ഇന്റർനാഷണൽ നാഷണൽ ട്രെയിനറാണ് അവിടെ വരുന്നത്. അവിടെ SP കോളേജ് പ്രിൻസിപ്പൽ ടീം ഡെലിസാറും ഉൾപ്പെടുന്ന ടീമാണ് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത്. നെടുങ്കുന്നം കുന്നംപുറത്ത് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി സ്വാശ്രയ സംഘത്തിന്റെ 10ാമത് വാർഷികം ആഘോഷിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പും കാഞ്ഞിരപ്പള്ളി MLAയുമായ ഡോക്ടർ N. ജയരാജ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നേതൃത്വ വാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സമൂഹത്തിൻ്റെയും സമഗ്രമായ വളർച്ചയ്ക്ക് സ്വാശ്രയ സംഘങ്ങൾ വഴിയൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക ശാക്തീകരണ രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സ്വാശ്രയ സംഘങ്ങൾക്ക് സാധിച്ചുവെന്നും N. ജയരാജ് പറഞ്ഞു. സംഘം രക്ഷാധികാരി ജിജി പോത്തൻ അധ്യക്ഷത വഹിച്ചു. സംഘം പ്രസിഡന്റ് അഭിലാഷ് പെരിഞ്ചേരിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. തങ്കച്ചൻ PC, ജോസ് കുമ്പിളിവേലിൽ, ജോസഫ് വർഗീസ്, റജി ജോസഫ്, ജോസഫ് PT, തോമസ് KV, മുനീർ നെടുങ്കുന്നം തുടങ്ങിയവർ പ്രസംഗിച്ചു. ശശി ഇടക്കല്ലിൽ, റോണി ജോൺ, ഷാജി CC, സിബി ജോസഫ്, ഉബൈദ് യൂസു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സുഖവും സന്തോഷവും നമുക്ക് തന്നെ വേണമെങ്കിൽ അനുഭവിച്ച് തീർക്കാം. പക്ഷെ അതൊരു സുഖം കിട്ടുകയില്ല. അതൊരു സ്വാർത്ഥതയുടേതായ സുഖം മാത്രമേ ലഭിക്കുന്നു. പക്ഷെ നമ്മുടെ സൗഭാഗ്യങ്ങളും നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ മറ്റുള്ള ആളുകളുമായി പങ്കുവെക്കുമ്പോഴാണ് ജീവിതം കുറേ കൂടി അർത്ഥപൂർണ്ണമാകുന്നത്. ഈ ഒരു കൂട്ടായ്മയുടെ ഇത്രയും ആളുകളുള്ള ഒരു ചെറിയ കൂട്ടായ്മയാണെങ്കിൽ പോലും ആ ചെറിയ കൂട്ടായ്മയിൽ ഒരുപാട് നന്മകളുടെ ഭാഗങ്ങൾ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം അത് തന്നെയാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി ഈ സ്വാശ്രയ സംഘത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മഹാത്മാഗാന്ധി എന്നുള്ള പേര് തന്നെ എൻ്റെ ജീവിതമാണ് എന്ന സന്ദേശം എന്ന് നമ്മളെ ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കോട്ടയം നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ചിങ്ങനിലാവ് 2025 സമാപനം. സമാപന ദിനത്തിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് നടൻ വിജയരാഘവനെ മന്ത്രി പൊന്നാടയണിയിച്ച് ആദരിച്ചു. തിരുനക്കര മൈതാനത്ത് നടന്ന സമാപന സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്, MLAമാരായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ അക്ഷരനഗരി ഇന്ന് നമ്മുടെ നാടിന്റെ അഭിമാനമായി ഈ കോട്ടയത്തെയും കേരളത്തെയും രാജ്യത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ച ശ്രീ വിജയരാഘവനെ അനുമോദിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ആഘോഷ പരിപാടികൾക്ക് യവനിക വീഴുക. വിജയരാഘവൻ എന്ന നടൻ ഈ നാടിന്റെ അഭിമാനമായി, കേരളത്തിന്റെ അഭിമാനമായി, രാജ്യത്തിന്റെ അഭിമാനമായി ലോകരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടനായി വന്നിട്ട് ഇപ്പൊ അദ്ദേഹം ദുബായിൽ പോയി ദക്ഷിണേന്ത്യയിലെ മുഴുവൻ സിനിമകളുടെയും അനുഗ്രഹീത കലാകാരനാണെന്നുള്ള അവാർഡും വാങ്ങിയാണ് തിരുനക്കര മൈതാനത്ത് അക്ഷരനഗരിയിൽ കാലുകുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ മുമ്പ് ലോകം അദ്ദേഹത്തെ ആദരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.